മോഹൻലാൽ മമ്മൂട്ടി ഒരേ സമയം വലിയ താരങ്ങളാവുകയും വലിയ നടന്മാരാവുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ഇവർ രണ്ടുപേരും. ഇവർക്ക് ശേഷം ഈ ബൃഹത്താഖ്യാനങ്ങൾ എന്നൊക്കെ പറയുന്ന ഈ കാര്യം അത് ഇനി ആരിൽ റിപ്പീറ്റ് ആവും, അല്ലെങ്കിൽ ഇവർക്ക് ശേഷം അങ്ങനെ ഉണ്ടാവുമോ, അങ്ങനെ ആലോചിക്കാറുണ്ടോ? ഈ ഒരു കലാമേഖലയിലല്ല പലപ്പോഴും ഇങ്ങനെ രണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും. പണ്ട് മുഹമ്മദ് റാഫിയാണോ കിഷോർ കുമാറിനെയാണോ ജീവിതകാലം മുഴുവൻ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്നത് ആരെയാണ് കൂടുതൽ ഇഷ്ടം? ലതാ മങ്കേഷ്കറിനെയാണോ ആശ ഭോൺസ്ലെയാണോ കൂടുതൽ ഇഷ്ടം? മോഹൻലാലിനെയാണോ മമ്മൂട്ടിയാണോ കൂടുതൽ ഇഷ്ടം? ഇങ്ങനെ എല്ലാ കാലത്തും രജനീകാന്തിനെയാണോ കമൽഹാസനെയാണോ ഇഷ്ടം? എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തു പോകാവുന്ന കാലാകാലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന എന്നുവെച്ചാൽ MGR ആണോ ശിവജി ഗണേശനാണോ, ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ജീവിതകാലം മുഴുവൻ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സിനിമ ഈ ഒരു ഹീറോ മോഡിൽ നിന്നും മാറി ഇപ്പം ഫഹദിനെ പോലെ ഒരാൾ ഒക്കെ സിനിമയെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ച ഒരാളാണ്. അദ്ദേഹം ഇപ്പോൾ നെഗറ്റീവ് റോളും ചെയ്യും, കഥാപാത്രങ്ങളിലേക്ക് മാറും. അപ്പം അങ്ങനെ ഒരു ഹീറോ മോഡ് പിടിക്കാൻ താല്പര്യമില്ലാത്തൊരു സിനിമ മാറിയത് കൊണ്ട് ഒരു താൽക്കാലികമായ ഫേസാണ്, പക്ഷേ ഇറ്റ് വിൽ കം ബാക്ക്. എപ്പോഴും ഇങ്ങനെ രണ്ടുപേരെ വെച്ചിട്ട് ആൾക്കാർക്ക് തർക്കിക്കാൻ ഇഷ്ടമാണ്. എല്ലാ ജീവിതകാലം മുഴുവനും ആൾക്കാരത് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചരിത്രത്തിൽ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്, തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ചരിത്രം ആവർത്തിക്കപ്പെടും. ഇറ്റ് ഓൾവേസ് കം ബാക്ക്. എല്ലാവർക്കും എല്ലാ കാര്യം ഇപ്പം ഒരു KPSC എഴുതുകയാണോ സുകുമാരി അമ്മയാണോ ഇഷ്ടം, എല്ലാ കാലത്തും ഇങ്ങനെ ഒരു ചോദ്യം, ശോഭനയാണോ ഉർവശിയാണോ ഇഷ്ടം, ഇത് എല്ലാ കാലത്തും ഇങ്ങനെ വരുമല്ലോ. അത് മനുഷ്യരുടെ ഒരു സംഭവമാണ്. ഇവരൊന്നും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകളെ അല്ല അല്ലേ, എല്ലാവരും വേറെ വേറെ ലെവലിലുള്ള ആൾക്കാരാണ്. ഒരാൾക്കുള്ള ക്വാളിറ്റി വേറൊരാൾക്കില്ല, വേറൊരാൾക്ക് നമ്മൾക്ക് ടേസ്റ്റിന് ഏത് ചേരുന്നു എന്നുള്ളതല്ലേ. പക്ഷെ അവിടെ ഇങ്ങനെ 1-off ആയിട്ടുള്ള ആൾക്കാർ വരും. ജഗതി ചേട്ടൻ അതൊരു 1-off ആണ്. ജഗതി ചേട്ടനാണോ വേറൊരാളോടോ നല്ലതെന്ന് ചോദിക്കാൻ വേറൊരാളില്ല. ഉണ്ടോ? മറ്റേപോലും ചോദിക്കാം തിലകൻ ചേട്ടനാണോ നെടുപിടി വെടിച്ചേട്ടനാണോ ഇഷ്ടം എന്നൊക്കെ ആൾക്കാർ ചോദിക്കാം. ജഗതി ചേട്ടനാണോ വേറൊരാളാണോ ഇഷ്ടം എന്ന് ചോദിക്കാനായിട്ട് ഒരാളില്ല. ഉണ്ടോ? അതിനെ വെയിറ്റ് ചെയ്ത് നോക്കാൻ വേറൊരാളില്ല. ജഗതി ചേട്ടൻ ഇന്റർവ്യൂ ചെയ്തിട്ടില്ലേ? പിന്നെ ഓട്ടോ ഇപ്പോഴും ഫേസ്ബുക്കിൽ ഓടുന്ന ക്ലിപ്പ് അല്ല അത്. ജഗതി ചേട്ടൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, നല്ല രസമായിരുന്നു. എന്നൊരു വാക്ക് വെച്ചിട്ട് പല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഒരു ഭയങ്കര രസമല്ല ഇൻ്റർവ്യൂ ആയിരുന്നു. പക്ഷേ ഭയങ്കര നല്ലതായിരുന്നു. ഒരു പെൺകുട്ടി ഒരുങ്ങുന്നത് കാണിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിരുന്ന് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. 1.25 മണിക്കൂർ ഇൻ്റർവ്യൂ ആണ്. അതിൻ്റെ ഒരു ക്ലിപ്പൊക്കെ അല്ലേ ഫേസ്ബുക്കിൽ ഓടുന്നത്. എൻ്റെ സിറ്റി എന്ന് പറഞ്ഞാൽ പണ്ടൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. അന്ന് അത് എൻ്റെ ട്രിവാൻഡ്രം കോളത്തിൽ വന്നൊരു കാര്യമുണ്ട്. ഞാൻ സോഷ്യൽ വർക്കറല്ല, എനിക്ക് സൊസൈറ്റിയോട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഡാഫോഡിൽസിൻ്റെ വർക്ക് ചെയ്യുന്ന കാര്യത്തെ പറ്റിയൊക്കെ എഴുതിയത്. ഭയങ്കര യാദർശികമായിട്ട് ഞാനിങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് അമ്പി എന്നാണ് പേര്, ആക്ടറാണ്. അവനും ചേച്ചിയും തമ്മിലുള്ള ഒരു കണക്ഷനെ പറ്റി അവൻ എന്നോട് പറഞ്ഞു. അവനെ ചേച്ചി പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു. അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. സ്പോൺസർ എന്നൊന്നും ഞാൻ എനിക്ക് അവനെ പറയാൻ പറ്റില്ല, കുറച്ച് വേറെ വാക്കാണ്. പക്ഷേ അവന് എന്തൊരു സ്നേഹമെന്നറിയോ ചോദിച്ചിട്ട് അടുത്തത്. അമ്പിയുടെ കഥ പറയുകയാണെങ്കിൽ ഞങ്ങൾ നാടക സംഘത്തിൽ ഞങ്ങളെല്ലാം വോളിബോൾ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു വാമപ്പിന് വേണ്ടി എല്ലാവരും കൂടെ വോളിബോൾ കളിക്കും, എല്ലാ ആക്ടേഴ്സും ഡയറക്ടർ എല്ലാവരും കൂടെ കളിക്കും. അപ്പോൾ ഈ അന്നൊരു വർക്ക്ഷോപ്പ് ഉണ്ട് പിറ്റേ ദിവസം. അപ്പോൾ ഒരു പയ്യനിങ്ങനെ ഒരു മുണ്ടൊക്കെ കൊടുത്ത് ഒരു പയ്യനിങ്ങനെ കയറി ഇങ്ങനെ വന്ന് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കി. ഞാൻ ചോദിച്ചു എന്തോടെ പേരെന്ന് പറഞ്ഞു. പ്രദീപ് എന്നാന്ന് പറഞ്ഞു. അതവിടെ വെച്ചിട്ട് നീ പിന്നെ കളിക്കാൻ കയറുന്നു പറഞ്ഞു. അപ്പം തന്നെ ബാഗ് അവിടെ വെച്ചിട്ട് മുണ്ട് പടക്കി കുത്തി ഞങ്ങളുടെ അവിടെ കളിക്കാൻ കയറി. നല്ല രസമായിട്ട് കളിക്കുന്നത്, നല്ല രസമായിട്ട് ടീമിലൊക്കെ ചേർന്നു. ഒരു 10 കഴിഞ്ഞ് ഞാൻ നീ ഇനി പോണ്ട ഇവിടെ നില്ലെന്ന് പറഞ്ഞു. ശരിയായി ചെയ്തു. പിന്നെ അവൻ വർക്ക്ഷോപ്പ് കഴിഞ്ഞ് പോയേ ഇല്ല, അവനവിടെ നിന്നു. ആ നാടകസംഘത്തിൻ്റെ ഭാഗമായി. നരിപ്പറ്റ രാജുവിൻ്റെ കത്തും കൊണ്ടാണ് വരുന്നതെന്ന് പോലും എനിക്കറിയാതെ ഒരു പയ്യൻ ഇങ്ങനെ കയറി വരുവാണ്. അപ്പോൾ ഞാൻ നരിപ്പറ്റ രാജുവിൻ്റെ കത്തൊക്കെ പിന്നെ കാണിക്കുന്നു, രാജുഭാഷ പറഞ്ഞിട്ട് വരികയാണ് വർക്ക്ഷോപ്പിനെന്നൊക്കെ പിന്നീടാണ് അറിയുന്നത്. ഞാൻ ഈ കളിച്ചോണ്ടിരിക്കുമ്പോൾ എവിടെ നീ പോണ്ട കേട്ടോ, നീ ഇവിടെ നിൽക്കുന്നു പറഞ്ഞു. ശരി ചേച്ചി. അങ്ങനെ അവൻ ആ നാടകസംഘത്തിൻ്റെ ഭാഗമാവുകയാണ് 2016 വരെ. അപ്പോൾ നാടകസംഘത്തിൽ മിടുക്കനായ എല്ലാ 4 നാടകത്തിൻ്റെ സ്റ്റേജ് മാനേജറാവുന്നു. അമ്പിക്കില്ലാത്ത സ്കില്ലൊന്നുമില്ല, ഭയങ്കര സ്കിൽഡാണ് ആ കുട്ടി. ആർട്ട് ചെയ്യണോ ആർട്ട് ചെയ്യും, പെയിൻറ്റ് ചെയ്യണോ പെയിൻറ്റ് ചെയ്യും, കാർപ്പൻറ്റർ ഒരു കസേര പണിതുണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യും. 4 നാടകത്തിൻ്റെയും സ്റ്റേജ് മാനേജറായിരുന്നു. ഭയങ്കര പെർഫെക്ഷനിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ഒരു പയ്യനാണ്. ഐസ് കെട്ടി പെയിൻ്റ് അടിക്കുമെന്ന് പറയില്ല, അതുപോലെ ജോലി എടുക്കുന്നൊരു പയ്യനാണ്. അത് കഴിഞ്ഞ് അഭിനയിൽ ചെറിയ ഇഷ്യൂസൊക്കെ വന്നപ്പോൾ ഇവനെ എന്ത് ചെയ്യും, അവനോട് നിൽക്കാൻ പറഞ്ഞല്ലേ. അപ്പോഴത്തേക്ക് ജ്യോതിഷ പറഞ്ഞു ഇവനെ എന്തെങ്കിലും പഠിപ്പിക്കണം, അവൻ മിടുക്കനാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ നീനാസത്തിൽ പോയി പഠിക്കട്ടെ എന്നുവെച്ചാൽ അമ്പിയുടെ സ്കില്ല് അങ്ങനെ കളയാൻ പറ്റത്തില്ല, അവൻ ഇത്രയും വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ നീനാസ്തി വിട്ടു, അവൻ പഠിച്ചു. അവിടെ ഞാൻ പഠിപ്പിച്ചു എന്നൊന്നും പറയില്ല, ഞാനവനെ ആ സമയത്ത് ഫീസ് കൊടുക്കാനുള്ള പൈസ കൊടുത്തു, അവൻ തന്നെ പഠിച്ചത്. അവൻ മിടുക്കനായതുകൊണ്ട് അവൻ പഠിച്ചു.
കന്നഡ ഒക്കെ പഠിച്ച് റെപ്പട്രിയിലൊക്കെ കിട്ടി. അവന് പക്ഷേ ഇപ്പോഴും സിനിമയിലുണ്ട്. 18-ാം പടിയിൽ അഭിനയിച്ചു. കുറച്ച് സിനിമകളൊക്കെ ആയിട്ടുള്ളൂ. അമ്പിയുടെ സ്കില്ലൊന്നും പുറത്ത് വന്നിട്ടില്ല. എന്നെങ്കിലും ഒരു കാലത്ത് അമ്പി നല്ല രീതിയിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ. ഒരുപാട് പ്രാർത്ഥിക്കുന്ന അമ്പിക്ക് വേണ്ടി എനിക്ക് എപ്പോഴും മനസ്സിലൊരു പ്രാർത്ഥനയുണ്ട്. അതിൽ മൂറും അതുപോലെ ഒരാളാണ്. മൂറിനെയും ഇതുപോലെ 18-ാം പടിയിൽ ശങ്കരനോട് ഞാനാണ് പറഞ്ഞത് ഇങ്ങനൊരു പയ്യനുണ്ടെന്ന് ട്രൈ ചെയ്യാൻ. അപ്പോൾ അവന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ സന്തോഷമാണ്. ഇപ്പം മൂറിൻ്റെ കൂടെ ഒരു തമിഴ് പടം ചെയ്തു ഞാൻ. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ നാടകത്തിലൊക്കെ ഉള്ള പിള്ളേർ, അങ്ങനെ ഒരുപാട് പിള്ളേരുണ്ട് വിഷ്ണു. കമ്മിറ്റ്മെന്റ് എന്നുള്ളത് അതിങ്ങനെയൊക്കെ കാണിക്കണ്ടേ, അല്ലാതെ ഇങ്ങനെ ആക്ടിവിസം എന്നുള്ളതിന് ഇങ്ങനെയും ഒരു രൂപമുണ്ട്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ നമ്മൾ ഭാഗവ വിളിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഒരാളുടെ ജീവിതത്തിൽ, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റിയാൽ അത് മതി. ഒരുപാട് പേരുടെ ഒന്നും നമുക്ക് നടക്കില്ല. അല്ല, അവനോട് ഞാൻ അന്നവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് അല്ലേ അത്. അവനിനി ഇത് ഇവിടെ കഴിഞ്ഞു കേട്ടോ, ഇനി ദീപയ്ക്കോ അത് പറയാൻ പറ്റില്ല. അതുപോലെ അവൻ്റെ സ്കില്ല് അത്രയ്ക്കും വളർന്നു. അവന് വന്ന പയ്യനേ അല്ല, എക്സെപ്ഷണൽ. അതും അവൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടാണ്. അവനവിടെ നിന്ന് തണുപ്പത്തും ഇതിലും ജോലി ചെയ്ത് വെളുപ്പംകാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് കോസ്റ്റ്യൂം മുഴുവനും കഴുകിയിട്ട് ആ മുഴുവൻ പേരുടെയും കാര്യങ്ങളും നോക്കി, അതിൻ്റെ ഇടയ്ക്ക് വണ്ടി എടുത്തുകൊണ്ട് സാധനം വാങ്ങിക്കാൻ പോകുന്നു. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നാടകത്തിന് വേണ്ടി അത് ചലഞ്ചിങ്ങാണ്. 4 നാടകം സമ്മർ ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചലഞ്ചിങ്ങാണ്. അമ്പി ഒറ്റയ്ക്കായിരുന്നു നോക്കുന്നത്. അപ്പോൾ അത്രയും മിടുക്കനായ ഒരു പയ്യനെ നമുക്ക് അവൻ്റെ കൈ പിടിക്കണം എന്നുള്ളത് നമുക്ക് ഉത്തരവാദിത്വമല്ലേ. അപ്പോൾ അവനെ കൂടുതൽ പഠിപ്പിക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്വം വന്നാണ് ചെയ്തത്. അവൻ്റെ ഒരു ടാലൻറ്റിനനുസരിച്ച് അവനെ എവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഭയങ്കരമായ സങ്കടം. അത് എന്തെങ്കിലും വരും. ആക്ടർമാർ പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് വല്ലാത്തൊരു നിസ്സഹായതയും കൂടി ഉണ്ടല്ലോ. കാരണം ഒരാളെ എഴുതി അയാളെ ചൂസ് ചെയ്യണമല്ലോ. ഇത് നമ്മൾക്ക് ഉണ്ടാകുന്നൊരു മെൻ്റൽ സ്ട്രെസ്സൊക്കെ ഭയങ്കര വലുതല്ലേ. ചേച്ചി അതെങ്ങനെയാണ് നോക്കുന്നത്? അമിതമായ പ്രതീക്ഷയുള്ള ഒരാളല്ല ഞാൻ. എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ ഒരുപാട് കൊതിയുള്ള ഒരാളല്ല. എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസൈൻ ചെയ്യാതെ വന്നതാണ്. നാടകം പോലും എൻ്റെ ജീവിതത്തിൽ ഡിസൈൻ ചെയ്യാതെ വന്നതാണ് അല്ലേ. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതിന് മുകളിലേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇപ്പം മുറ എന്ന് പറഞ്ഞൊരു സിനിമ, ചിയാൻ വിക്രമിൻ്റെ കൂടെ വീരധീരശൂരൻ, നാളെ എന്താണ് ടക് ജഗദീഷിൽ നാനികാരവിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുക. എൻ്റെ ലൈഫിൽ ഞാൻ ചൂസ് ചെയ്യുന്നതിനെക്കാട്ടി മുകളിലാണ് എനിക്ക് എന്നും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്കങ്ങനെ കംപ്ലയിൻ്റ് ഇല്ല. പിന്നെ ചില ആക്ടേഴ്സൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ എനിക്ക് വേണ്ടത് കിട്ടിയിട്ടില്ല, അങ്ങനെ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താണ് എൻ്റെ മാജിക് എന്ന് മനസ്സിലിങ്ങനെ ആലോചിക്കും. പിന്നെ അത് വിട്ട് കളയും. എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഉത്തരം. ആകെ എനിക്കറിയാവുന്നത് നമ്മുടെ ജോലിയെ നമ്മൾ കൂടുതൽ സന്തോഷത്തോടെ, ഉത്തരവാദിത്തോടെ, ഉത്സാഹത്തോടെ ചെയ്യാനായിട്ട് മനസ്സിനെ സജ്ജമാക്കി വയ്ക്കുക. പരാതികളൊന്നും ഇല്ലാതെ നമ്മൾ തുടങ്ങിയ പാഷനിൽ തുടങ്ങിയല്ല, ആ ഉത്സാഹത്തോടെ ചെയ്യാനുള്ള മനസ്സിനെ ഇങ്ങനെ സജ്ജമായിട്ട് വയ്ക്കുക. ഒരു സ്ക്രിപ്റ്റ് കൈ കിട്ടുമ്പോൾ നമുക്ക് ആ എക്സൈറ്റ്മെൻ്റ് ഇല്ലേ, പതഞ്ഞു പോകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്. ഒരു സ്ക്രിപ്റ്റ് കിട്ടി, അഭിനയിക്കാം, നാളെ ഷൂട്ടുണ്ട്. അപ്പോൾ രാവിലെ 4 മണിക്ക് എഴുന്നേക്കണം എന്നല്ല, 3 മണിയാകുമ്പോഴേ നമ്മൾ പണ്ട് പിക്നിക്ക് സ്കൂളിൽ റെഡി ആവില്ലേ. പിക്നിക്കിന് പോകുന്നതിൻ്റെ തലേന്ന് ഉറക്കമില്ലല്ലോ ആർക്കും. രാത്രി പിറ്റേ ദിവസം എക്സ്കേർഷന് പോകണമെന്ന് പറഞ്ഞിട്ട് ആരും ഉറങ്ങില്ല. ഞാനൊന്നും ഉറങ്ങില്ലായിരുന്നു. ഇങ്ങനെ രാവിലെ എഴുന്നേക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കും. അതേപോലെയാണ് എനിക്കിപ്പോഴും ഷൂട്ടിന് പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ ആ എക്സ്കേർഷന് പോകുന്നത് എൻ്റെ എക്സൈറ്റ്മെൻറ്റ്. ഷൂട്ട് അങ്ങനെ ഒരു അവിടെ ചെന്ന് വഴക്കായാൽ പോയി, അല്ലെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ഷൂട്ട് പോയി. അവിടെ എനിക്ക് അപ്പോൾ ചിലരൊക്കെ വന്ന് പറയും, ചേച്ചി രാവിലെ വന്നതാണ് ചേച്ചി, ഷോട്ടിന് വിളിച്ചിട്ടില്ല, ഉച്ചയായി പോയി എന്നൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ വന്ന് പറയും. ചേച്ചി വിളിച്ചിട്ടില്ല, ഒന്നും വിചാരിക്കില്ല. ഞാൻ പറയും ഒരു കുഴപ്പമില്ല, നിങ്ങളെവിടെ എന്നെ ഈ സെറ്റിൽ നിന്ന് പറഞ്ഞു വിടാതിരുന്നത്, ഞാൻ ഇവിടെ ഇരുന്നോളാം, എനിക്ക് ഒരു പരാതിയില്ല, എന്നെ ഇവിടെ ഇരുത്തിയോണ്ടൊന്നും ഒരു പ്രശ്നവും എനിക്കില്ല എന്ന്. അത്രയ്ക്ക് കൊതിയാ. നാട്ടുകാർ പറയോ ഇവരുടെ കൊതി കാരണം ഞങ്ങളാണല്ലോ സഹിക്കേണ്ടത്. എല്ലാത്തിൻ്റെയും കമൻറ്റ് അടിയിൽ കാണും. ഇന്ന് വീരധീരശൂരൻ്റെ ഉണ്ടായിരുന്നു, നിങ്ങൾ മാത്രം ആ സിനിമയെ കൊള്ളൂലായിരുന്നു, മുറയിൽ നിങ്ങൾ മാത്രം ഈ സിനിമയെ കൊള്ളൂലായിരുന്നു, ഇങ്ങനെ സ്ഥിരമായിട്ട് എനിക്ക് കമൻറ്റ് വരും ഫേസ്ബുക്കിൽ. ആളിത് കാണുന്നുണ്ടെങ്കിൽ ഇവരെ കാരണം ഞാൻ സഹിക്കും.